കൈമോശം വന്നതിനെ കൈവിടാതെ പണിതെടുക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതം ഇന്ന് പല കാര്യങ്ങളിലും കൈമോശം വന്നു പോയല്ലോ, ഇനി ശരിയാക്കിയെടുക്കാൻ പറ്റാത്ത കുരുക്കുകളിലായി അകപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷെ കർത്താവ് ഇന്ന് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒന്ന് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു. യജമാനന് ഇഷ്ടമുള്ളൊരു പാത്രമായി, ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. മുറിയൻ പുത്രൻ എന്ന് പറയുന്ന ഒരു പുത്രന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവന്റെ ജീവിതം കൈമോശം വന്നുപോയി. ഈ കൈമോശം വന്നു പോയെന്ന് പറയുമ്പോൾ തന്നെ രണ്ട് കാരണങ്ങളല്ല. ഒന്ന്, സ്വന്തം തീരുമാനങ്ങൾ ദൈവത്തിന് വിരുദ്ധമായിട്ടോ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടോ എടുക്കുന്നത് കൊണ്ട്, മറ്റൊരു വാക്കി പറഞ്ഞ പാപം ചെയ്യുന്നത് കൊണ്ട് കൈമോശം വന്നു പോയേക്കാം. അറിയായ്മ കൊണ്ട് കൈമോശം വന്നു പോയേക്കാം. മറ്റൊന്ന്, പിശാച് അധീനപ്പെടുത്തി കഴിയുമ്പോൾ അതും കൈമോശം വന്നു പോയേക്കാം. അപ്പൊ ഇങ്ങനെ 2-3 കാരണങ്ങളുണ്ട് കൈമോശം വരുവാനായി. അതിനെ ദൈവം തള്ളിക്കളയാതെ, ദൈവം കൈവിടാതെ പുതുക്കി പണിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. മുടിയൻ പുത്രന്റെ ജീവിതത്തിൽ ദൈവം അവനെ മടക്കി കൊണ്ടുവരികയാണ്. അവന്റെ ജീവിതത്തിലെടുത്ത തീരുമാനം ദൈവത്തിലേക്ക് മടങ്ങി വരാനായി, അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരാനായിട്ട് അവനെടുത്ത തീരുമാനം കൊണ്ട് ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു. മടക്കി കൊണ്ടുവന്നപ്പോൾ പണ്ടത്തേതിലും വലിയ സമാധാനത്തിലും സ്വസ്ഥതയിലും ദൈവം കൊണ്ടുവന്നു. എപ്പോഴും ഓർത്തോണം, മടങ്ങി വരവിന് ശേഷം ലഭിക്കുന്ന ആനന്ദം വലിയ ആനന്ദമായിരിക്കും. ഹല്ലേലൂയ. മടങ്ങി വന്നു കഴിയുമ്പോൾ, ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ വലിയൊരു ആനന്ദം ഉണ്ടാകും. ഈ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ തുള്ളനും പച്ചപ്പുഴവും വെട്ടിലും വെട്ടുക്കളിയും ഒക്കെ അവരുടെ നന്മകളും അനുഗ്രഹങ്ങളെല്ലാം, ഭൗതിക നന്മകളെല്ലാം വെട്ടി തീർത്ത് കളഞ്ഞു, ഒന്നും ബാക്കിയില്ല. ഇപ്പൊ കർത്താവ് പറഞ്ഞ കാര്യം 2-ാം അധ്യായത്തിൽ യോവേൽ 2-ൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്താപത്തോടും വിലാപത്തോടും കരച്ചിലോടും കൂടെ ദൈവത്തെങ്കിലേക്ക് തിരിയുവിൻ. വസ്ത്രങ്ങളെയല്ല, പുറമേയുള്ള ഒരു മാറ്റങ്ങളിലൂടെയല്ല, ഹൃദയം തന്നെ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുത്തി വരുവിൻ. പിന്നീട് നമ്മൾ കാണുന്നത്, നഷ്ടമായി പോയ നന്മയും വെട്ടുക്കളയും വിട്ടിലും പച്ചപ്പുഴും ഒക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ദൈവം പകരം കൊടുത്തു. 2-ാം അധ്യായം യോവേൽ 2:20 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. നഷ്ടമായ സംവത്സരം മടങ്ങി കൊടുക്കുന്നു, നഷ്ടമായ അഭിവൃദ്ധി ദൈവം മടക്കി കൊടുക്കുന്നു. പക്ഷെ അടുത്ത കാര്യം കാണണം. അപ്പൊ ഇത് തിരിച്ച് സാധാരണ ഇസ്രായേലിന് കിട്ടിയതാ. എന്നാൽ 2-ാം അധ്യായം 27 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതിന് ശേഷം ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. കണ്ടോ? അപ്പോൾ ചുരുക്കത്തിൽ മടങ്ങി വന്നു കഴിയുമ്പോൾ ദൈവം തരുന്ന സന്തോഷവും ദൈവം തരുന്ന വിടുതലും നഷ്ടമായി പോയത് മാത്രമല്ല തിരിച്ചു തരുന്നത്, അതിനോട് കൂടെ അതുവരെ ഇല്ലാത്ത ഒരു വലിയ അനുഗ്രഹം ദൈവം മടക്കിത്തരും. മുടിയൻ പുത്രൻ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ഭയങ്കര ആനന്ദവും ആഘോഷവും, പുതിയ വസ്ത്രവും പുതിയ ചെരുപ്പും പുതിയ മോതിരവും ഭക്ഷണവും എല്ലാ ക്രമീകരണവും. മടങ്ങി വരാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കൈമോശം വന്നു പോയി, ഇനി തിരിച്ചു വരാൻ പറ്റുകയല്ലോ എന്ന് ചിന്തിക്കേണ്ട. ദൈവം പുതുക്കി പണിയും. യോനായോട് ദൈവം പറഞ്ഞു, നീ പോയി നിനവയ്ക്ക് വിരോധമായി, അശ്ശൂരിന്റെ ക്യാപിറ്റലാണ് നിനവയ്ക്ക് വിരോധമായി പ്രവചിച്ചിട്ട് വരാൻ പറഞ്ഞു. യോനായ്ക്ക് ഇഷ്ടമല്ല അവർ മാനസാന്തരപ്പെടുന്നതോ അവർ മടങ്ങി വരുന്നതോ. അതുകൊണ്ട് യോന തർസോസിലേക്ക് പോയി, തർസീസ് കപ്പലിൽ കയറിപ്പോയി. പക്ഷേ ദൈവം അവനെ വീണ്ടും അവിടെ തന്നെ അയച്ചു. യോനയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ യോനയുടെ പ്രസംഗം കേട്ടപ്പോൾ ജനം മാനസാന്തരപ്പെട്ടു. അവരുടെ പ്രവർത്തികളിൽ അതിൽ മാറ്റം വരുത്തിയെന്ന് കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥങ്ങളെ ദൈവം വരുത്തിയില്ല. ആ ദേശത്തെ ദൈവം രക്ഷ കൊടുത്തു. ഹല്ലേലൂയ. നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും, തകർന്നു പോകും എന്ന് പറഞ്ഞെടുത്ത് പ്രവർത്തികളിൽ മടങ്ങി വരും മാനസാന്തരം കണ്ടപ്പോൾ ദൈവം അനുദപിച്ച് ആ കഷ്ടത അല്ലെങ്കിൽ ആ നാശം വരുത്തിയില്ല. ദൈവത്തിന് നമ്മളെ പുതുക്കി പണിയാൻ പറ്റും. ദൈവത്തിന്റെ വാക്ക് കേട്ട് നാം മടങ്ങി വരുമ്പോൾ. ഹല്ലേലൂയ. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഒരു മടങ്ങി വരവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് മടങ്ങി വരവ്. അവിടെ ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്, അവിടെ ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ ശേഷം പിന്നീട് മീൻ പിടിക്കാൻ പോയ സംഭവം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലുണ്ട്. അവിടെയും യേശു ഒരു അത്ഭുതം അവന്റെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കുന്നു. കനലിന്മേൽ ചുട്ട അടയും മീനും വെള്ളവും ഒക്കെ കരുതി ഒരു പുതിയ അനുഗ്രഹം കൂടെ കരുതി വെച്ചിട്ട് കുഞ്ഞാടുകളെ പാലിക്കാനുള്ള നിയോഗം ദൈവം കൈമാറുകയാണ്. എപ്പോഴും ദൈവം നമ്മളെ മടക്കി വരുത്തുമ്പോൾ, തകർന്നു പോയിടത്ത് മടങ്ങി വരുമ്പോൾ
ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആനന്ദവും ഉയർച്ചയും ദൈവം കരുതിയിട്ടുണ്ട്. യോസേഫിന്റെ ജീവിതത്തിൽ പൊട്ടക്കിണറിലും പോത്തിഫറിന്റെ ഭവനത്തിലും കാരാഗ്രഹത്തിലും കടന്ന ശേഷം പിന്നീട് ദൈവം മടക്കി കൊണ്ടുവരുമ്പോൾ ഒരു വലിയ അധികാരിയായിട്ടാണ് ദൈവം കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, ഭൂമി പാഴായും ശൂന്യമായി വരുന്നു, ആഴത്തിന്മേതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഭൂമി പാഴായും ശൂന്യമായും തീർന്നു എന്നാണ്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, പക്ഷെ ആ ഭൂമി പാഴായും ശൂന്യമായും തീർന്നെങ്കിലും ദൈവം വിട്ടില്ല. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ശൂന്യമായി പോയിടത്തിന്റെ സ്ഥലത്ത് ശൂന്യമായി എന്ന് പറഞ്ഞതിന്റെ മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചാൽ അത് ജനവാസമുള്ള മനുഷ്യവാസമുള്ള ഇന്ന് കാണുന്ന ഭൂമിയായി മാറിയതുപോലെ പരിശുദ്ധ ആത്മാവ് നമ്മളുടെ പോരായ്മകളുടെ മേൽ, കൈമോശം വന്നതിൻ്റെ മേൽ, പാഴായി പോയതിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാൽ സകലതും ആക്ടിവേറ്റ്. ഹല്ലേലൂയ. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. കുശവൻ തൻ്റെ പാത്രത്തിൽ തൻ്റെ ചക്രത്തിൽ വെച്ച് ഒരു പാത്രം ഉണ്ടാക്കുന്നു. പെട്ടെന്ന് ആ പാത്രം ഉടഞ്ഞുപോയി. കുശവൻ ആ മണ്ണെടുത്ത് കളയാതെ, ഉടഞ്ഞതിനെ എടുത്ത് കളയാതെ, മാറ്റിവെക്കാതെ തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി മെനഞ്ഞതാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ കാണുന്നത്. അത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചായിരുന്നു. തകർന്നുപോയി, ഉടഞ്ഞുപോയി, ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മടക്കിക്കൊണ്ടുവന്ന് ഒരു പുതിയ മാനപാത്രമാക്കി പണിയും. ഈ ദൂത് നമുക്ക് നൽകി തരികയാണ്. കുശവന് കളിമണ്ണിന്റെ മേൽ അധികാരമുള്ളതുപോലെ നമ്മുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. രൂപാന്തരപ്പെടുത്താൻ ഒന്ന് സമർപ്പിച്ച് കർത്താവ് അത് ചെയ്യും. കൈമോശം വന്നെന്ന് പറഞ്ഞ് കൈവിടുന്നവനല്ല, തള്ളിക്കളയുന്നവനല്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയരുതെന്ന് യേശു പറഞ്ഞത്. അവൻ നമ്മെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തെ ദൈവം പുതുക്കി പണിയട്ടെ, നിങ്ങളുടെ കുടുംബത്തെ ദൈവം പുതുക്കി പണിയട്ടെ. പ്രിയ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയം കൊണ്ടും പാപം കൊണ്ടും അകൃത്യം കൊണ്ടും അല്ല, ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പൈശാചിക ശക്തികൾ ഞങ്ങളെ ആക്രമിച്ചതുകൊണ്ടൊക്കെ ഉടഞ്ഞുപോയ, തകർന്നുപോയ മേഖലയിൽ നിന്നും യേശുക്രിസ്തു ഞങ്ങളെ മടക്കിക്കൊണ്ടുവന്ന് ഇന്ന് ഞങ്ങളെ പുതുക്കി പണിയുന്നതിനായി നന്ദി. പുതിയൊരു പാത്രമാക്കി ദൈവം രൂപാന്തരപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരിൽ യേശുവിൻ്റെ നാമത്തിൽ സകല ബന്ധനങ്ങളും അവരെ വിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അവരുടെ തകർച്ചകൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരവേർക്കൊണ്ട് വഴികൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ദിക്കപ്പെട്ടിടത്ത് ഇവർ മാനിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നന്മകൾ മടങ്ങി വരട്ടെ. അത് സംഭവിക്കട്ടെ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. കർത്താവ് അത് ചെയ്യും. തകർന്നതിനെ, ഉടഞ്ഞതിനെ തള്ളിക്കളയാതെ മാനപാത്രമാക്കി പുതുക്കി പണിയുന്ന ദൈവം, പാഴായിപ്പോയ ഭൂമിയെ കർത്താവെ പാർപ്പുള്ളതാക്കി മാറ്റിയ ദൈവം ഈ മക്കൾക്ക് വേണ്ടിയ വൻ കാര്യങ്ങളെ ചെയ്യും, അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അത് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുക, ഈ ദൂത് ഏറ്റെടുക്കുക, ഈ സന്ദേശം കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.